നമ്മളിപ്പോൾ ഈ കോഡിങ്ങിൻ്റെ കേസ് പറയുവാണെങ്കിലേ നമ്മളൊരു +1 +2 ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലൊക്കെ ഒരു +1 +2 ലെവലിൽ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യും. എസ്പെഷ്യലി +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ പൈത്തണിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമ്മളൊരു 8th സ്റ്റാൻഡേർഡ് മുതൽ നമുക്ക് പൈത്തൺ കുട്ടികൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങണം. അതായത് അപ്പം ചോദിക്കും, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ കോഡിങ് പഠിക്കുമെന്ന്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മിനിമം ഐക്യു വെച്ചിട്ട് നമുക്ക് പൈത്തൺ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന അതേ ഒരു ഫ്ലോയിൽ നമുക്ക് പൈത്തൺ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഒരു +2 ലെവൽ, അതായത് +2 പാസ്സാവുന്ന ഒരു കുട്ടിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പൈത്തണിൽ അത്യാവശ്യം ഒരു സ്കിൽഡ് പൈത്തൺ സ്റ്റുഡൻ്റ് ആവാൻ പറ്റും. പിന്നെ അവർ കോളേജിലേക്ക് പോകുമ്പോൾ ഈ സ്കില്ലിനെ കൺവേർട്ട് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. അതായത് 8ാം ക്ലാസ്സിൽ തന്നെ പൈത്തണിൻ്റെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ. ഇപ്പം നമുക്കിപ്പോൾ 8th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രീം ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏത് സ്ട്രീമിൽ മീൻസ് സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഏത് സ്ട്രീമിലോട്ടും പോവുകയാണെങ്കിലും പൈത്തൺ നമുക്ക് 8ാം ക്ലാസ് തൊട്ടേ അവർക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം അവർക്ക് ഇച്ചിരി നേരത്തെ ആ ഒരു കോഡിങ്ങിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അതിൽ കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കോളേജ് ലൈഫിൽ ആ പഠിച്ച കാര്യങ്ങൾ അവരത് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങൾ ചിന്തിച്ച് ഒരു ജോബിൻ്റെ സിറ്റുവേഷൻ എത്തുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പൈത്തൺ ഡെവലപ്പറായിട്ട് കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ ഈ പൈത്തണിൻ്റെ ഇത്രയും തിയറീസും പ്രാക്ടിക്കലും ഒക്കെ പഠിച്ചിട്ട് പൈത്തൻ്റെ ഒരു കോർ കോൺസെപ്റ്റുകൾ പഠിച്ചു കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് അവർ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, അതായത് ജോലി എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പം ഈ IT ഒക്കെ പഠിച്ച് കമ്പ്യൂട്ടർ സയൻസ് IT കഴിഞ്ഞ കുട്ടികൾക്ക് IT തന്നെ ഏത് ഏരിയയിലോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ. അതായത് ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ഗെയിമിങ്, അങ്ങനെ പല ഏരിയാസ് ഉണ്ട് IT തന്നെ, സോഫ്റ്റ്വെയർ തന്നെ. അപ്പോൾ ഏത് ഏരിയസിലോട്ട് പോകണം ഒരു കൺഫ്യൂഷൻ വരും. പൈത്തൺ പഠിച്ചുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പൈത്തൺ, അതായത് ഈ പറഞ്ഞ എല്ലാ ഏരിയയിലും പൈത്തൺ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഏരിയാസിൽ സ്കോപ്പുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേറെ ഇല്ല. ഇനിയിപ്പം non-IT കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മീൻസ് അതായത് IT ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാതെ വരുന്ന കുട്ടികൾ, BA ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സ്ട്രീം അല്ലെങ്കിൽ ആർട്സ് സ്ട്രീമിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ITയിൽ പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാൻ പറ്റും. അത്രയും ഈസിയാണ് പഠിക്കാൻ. കുറച്ച് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജാവയും സിയും പഠിക്കുന്നതിന് അത്രയും പാടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് പൈത്തൺ പഠിച്ചിട്ട് ജോലിക്ക് കയറാൻ പറ്റും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ട്രെയിൻ ചെയ്ത കുട്ടികളിൽ മോർ ദാൻ ഹാഫ് പല സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടികളാണ്. ആരും കമ്പ്യൂട്ടർ സയൻസ് മാത്രം അല്ല കീപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഏത് ബാച്ച് എടുത്താലും അതിൽ മെജോറിറ്റിയും വരുന്നത് നോൺ സ്ട്രീം IT സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരെല്ലാം അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരും, എന്നാലും അവരത് വർക്ക് ചെയ്യുമ്പോൾ അവരത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്.